ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ നവ്യ ആദ്യമായിട്ട് അനിയത്തെ കാണാൻ അനിയത്തിയുടെ വീട്ടിലേക്ക് വന്നിരിക്കാം. അപ്പോൾ അത് അവിടുത്തെ ചേച്ചിയും ചേട്ടനും കൂടെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പേടിച്ച് അന്തം വിട്ടിങ്ങനെ നോക്കുക കേട്ടോ. പതിവില്ലാത്തവരൊക്കെയാണല്ലോ വരുന്നത്. അപ്പോൾ കൈ നിറയെ സാധനങ്ങളൊക്കെ ആയിട്ടാണ് നവ്യ വരുന്നത്. അപ്പോൾ എന്താ വന്നത് എന്ന് ചേച്ചി ചോദിച്ചു. അപ്പോൾ എനിക്ക് നയനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാ കൊച്ചേ നയനമോളെ കാണുന്നത് എന്നാ ചേച്ചി ചോദിക്കുക. ഞങ്ങൾക്ക് കഥകളൊക്കെ അറിയാവുന്നു. അപ്പോൾ നവ്യ ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കുക കേട്ടോ. നിങ്ങളൊക്കെ വന്ന അകത്തോട്ട് കയറ്റി വിട്ടേക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ അവൾ തളർന്നു വീണു എന്നറിഞ്ഞു. ഹോസ്പിറ്റലാണ് എന്നറിഞ്ഞു. അതുകൊണ്ടാണ് ഒന്ന് കാണാൻ വന്നതെന്ന് പറയാം നവ്യ. എന്തൊക്കെ പറഞ്ഞാലും അവളെൻ്റെ അനിയത്തി അല്ലേന്നും നവ്യ ചോദിക്കുക. ഈ ചേച്ചിയെ ഞങ്ങളാരും ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് ദാമേട്ടൻ ചോദിക്കുക. അപ്പോൾ വെറുതെ ഞങ്ങൾക്ക് ജോലി ഉണ്ടാക്കി വെക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. മോളെ നന്നായി നോക്കാനാ ഞങ്ങളിവിടെ വെച്ചിരിക്കുന്നതെന്നൊക്കെ ചേച്ചി പറയാം. ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോയിക്കോളാം. നിങ്ങൾ കരുതുന്നത് പോലെ അവൾക്ക് ദോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്യാനല്ല ഞാൻ വന്നതെന്ന് നവ്യ പറയുമ്പം ഞങ്ങളിവിടെ ഉള്ളപ്പോൾ ഒരു ദോഷം ഉണ്ടാക്കാനും പറ്റത്തില്ല. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ വന്നതിരിക്കട്ടെ, ഇനി ഒരു കാരണവശാലും കൊച്ചിൻ്റെ ഭർത്താവിനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നേക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ നവ്യയ്ക്ക് അതൊക്കെ ഭയങ്കര വിഷമമായി. അപ്പോൾ അയാളെ ഇവിടെ അടുപ്പിക്കരുതെന്ന് എല്ലാവരും പറഞ്ഞിരിക്കുന്നതെന്ന് ആ ചേച്ചി പറയുമ്പോൾ ഇല്ല, ഞാൻ വരികയാണെങ്കിൽ ഒറ്റയ്ക്കേ വരത്തുള്ളൂ. ഞങ്ങൾ ചേച്ചി അനിയത്തിയാണ്. ഞങ്ങൾ തമ്മിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും അത് അധിക നാളൊന്നും നീണ്ടു നിൽക്കില്ല എന്ന് നവ്യ പറയുമ്പം കഴിഞ്ഞകാല സംഭവങ്ങളൊക്കെ ഞങ്ങൾ അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ ഒരു ചേച്ചി ഇവിടെ വരല്ലേന്ന്. അല്ലേ എലിസബത്തെ എന്ന് ദാമേട്ടൻ ചോദിക്കുമ്പം അതെ ഉള്ള കാര്യം തന്നെയാണ് അതെന്ന് ആ ചേച്ചിയും പറഞ്ഞു. അത്രത്തോളം കൊച്ചിൻ്റെ ഭർത്താവും ഒക്കെ ആദർ സാറിനെയും നയനമോളെയൊക്കെ ദ്രോഹിച്ചിട്ടില്ലേന്ന് ചോദിച്ചു. നവ്യയ്ക്ക് അതൊക്കെ ഭയങ്കര തിരിച്ചടികളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുക. ചെയ്തു കൂട്ടിയതിനെല്ലാം നവ്യയ്ക്ക് തിരിച്ചടികൾ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ഈ പറയുന്നതൊന്നും കൊച്ചിന് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് എനിക്ക് അറിയാമെന്നും ആ ചേച്ചി പറഞ്ഞു. പക്ഷേ ഇവിടെ വന്ന സ്ഥിതിക്ക് ഞങ്ങളത് പറയും കേട്ടോ എന്നും പറഞ്ഞു. ഇനി അത് പറഞ്ഞത് ഇഷ്ടമായില്ലെങ്കിൽ വന്ന വഴിക്ക് എൻ്റെ കൊച്ച് പൊക്കോളാൻ പറഞ്ഞു. എന്തായാലും ഇന്ന് ഞാൻ വന്നത് നയനെ കാണാനാ, അവളെ കണ്ടിട്ടേ ഞാൻ പോവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും ഇടയ്ക്ക് അകത്തോട്ടൊരു കണ്ണ് വേണം കേട്ടോ എലിസബത്തെ എന്ന് പറഞ്ഞ് ദാമേട്ടൻ അങ്ങ് പോയി. ഈ സമയത്ത് നയനെ അവിടെ സങ്കടപ്പെട്ട് തന്നെ ഇരിക്കുക. അപ്പോഴത്തേക്കും നയനെ എന്നും പറഞ്ഞൊരു വിളി. തിരിഞ്ഞു നോക്കിയപ്പോൾ നവ്യ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് നയന അന്തം വിട്ടിങ്ങനെ നോക്കുവാണ്. കൈ നിറയെ സാധനങ്ങളൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്ന ചേച്ചിയെ കണ്ടപ്പോൾ നയനയ്ക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലേ. നയന ഇങ്ങനെ ആകെ പേടിച്ച് നിൽക്കുക. അപ്പോൾ വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലേ എന്ന് നവ്യ ചോദിച്ചു. തളർന്നു വീണു എന്ന് കേട്ടു, വയറ്റിലൊരു കുഞ്ഞൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ഒന്ന് വന്ന് കാണണമെന്ന് തോന്നി എന്ന് പറയുമ്പം അങ്ങനെ ഒരു സ്നേഹം തോന്നേണ്ടതല്ലല്ലോ എൻ്റെ ചേച്ചിക്ക് എന്ന് നയന തിരിച്ചു ചോദിക്കുക. ഞാൻ തളർന്നു വീണു എന്നുള്ളൊരു വാർത്ത ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വാർത്തയല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ സ്വാർത്ഥതയുള്ളവരൊക്കെ ഉണ്ടാകും, മറ്റുള്ളവരുടെ തളർച്ചയിൽ സന്തോഷിക്കുന്നവർ. ഞാൻ അങ്ങനെ ഒരാളല്ല എന്ന് നവ്യ. അപ്പം എന്നു മുതലാ അങ്ങനെ ഒരു മാറ്റമൊക്കെ ഉണ്ടായതെന്ന് നയന ചോദിക്കുമ്പം ഞാനിപ്പോൾ വന്നത് നിന്നോട് വഴക്കിടാനൊന്നും അല്ല. ഇവിടെ വരുമ്പോൾ നിൻ്റെ ഭർത്താവ് ഇവിടെ കാണരുതേ എന്ന് മാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥന. അതെന്തായാലും ദൈവം കേട്ടു. കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്, അതിവിടെ വെച്ചിട്ട് പോവുകയാണെന്ന് നവ്യ നയനയോട് പറയുമ്പം എന്തെങ്കിലും മുന്നിൽ കാണാതെ ചേച്ചി ഇങ്ങനെ വരില്ല എന്ന് നയന കൃത്യമായി പറയുകയും ചെയ്തു. നമ്മുടെ വീട്ടിൽ പോയി അച്ഛനെയും അമ്മയും പോലും ചേച്ചി കാണാറില്ല. പിന്നെ അതിനേക്കാളും സ്നേഹം എന്നോടെന്തായാലും ഉണ്ടാവില്ലല്ലോ. അപ്പം എങ്ങനെ സ്നേഹം ഉണ്ടാവാനാ? അതുപോലെയല്ലേ ഓരോരുത്തരും മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന് നവ്യ പറയുമ്പം ആരും ആരെയും തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല. ഉള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എനിക്കെല്ലാവരുടെയും സ്വഭാവം മനസ്സിലായി എന്ന് നവ്യ നയനയോട് പറയുക. എല്ലാവരുടെയും. അപ്പം നയന ഇങ്ങനെ നോക്കുക കേട്ടോ, അതങ്ങനെ പറയാൻ കാരണമെന്ന്. ഞാനൊരമ്മയായ പെൺകുട്ടിയാണെന്നും അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന പെൺകുട്ടിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും തളർച്ചയുണ്ടായാലും അവളത് എത്രമാത്രം ബാധിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് നവ്യ പറയുന്നു. നീ നിൻ്റെ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ എനിക്ക് നീരസമുണ്ട് എന്ന് വെച്ച് നിന്നോട് എനിക്ക് മറ്റ് പിണക്കങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാലും ആദർശേട്ടനോട് എനിക്ക് ഇപ്പോഴും വെറുപ്പുണ്ട്, ദേഷ്യവും ഉണ്ടെന്ന് പറഞ്ഞപ്പം എൻ്റെ ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആദർശേട്ടനെ വെറുക്കുന്നവർ എന്നെ വന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹവും ഇല്ല എന്ന് നയന പറയുമ്പം ഞാൻ അങ്ങനെ എന്നും നിന്നെ കാണാൻ വരുന്നൊന്നുമില്ല. പിന്നെ നിൻ്റെ ഈ അവസ്ഥയായതുകൊണ്ട് പ്രസവം വരെ ചിലപ്പോൾ ഇങ്ങനെ ഒന്ന് കാണാൻ വന്നെന്നിരിക്കും എന്ന് നവ്യ പറയാം. പ്രസവിച്ച് കഴിഞ്ഞ് കുഞ്ഞിനെ കാണാനും ഒന്ന് വരും, അത്രേ ഉള്ളൂ എന്നും നവ്യ പറയണം. ഇതൊക്കെ കേട്ടപ്പോൾ അബിയും അവൻ്റെ അമ്മയും അറിഞ്ഞിട്ടാണോ ഇപ്പോൾ ഈ വരവെന്ന് ചോദിക്കുമ്പം അവരറിഞ്ഞിട്ട് വരാൻ എനിക്ക് പറ്റത്തില്ലല്ലോ എന്ന് നവ്യ. മുത്തശ്ശൻ വന്ന് നിൻ്റെ കാര്യം പറയുകയും മറ്റുള്ളവരുടെ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എന്തോ എവിടെയോ കൂടപ്പിറപ്പിനോടുള്ളൊരു സ്നേഹം തോന്നി, അത്ര മാത്രമേ ഉള്ളൂ. വേറൊന്നും അതിനെ വിചാരിക്കേണ്ട. ഇനി അതിനെപ്പറ്റിയൊന്നും കൂടുതൽ ചിന്തിക്കേണ്ട.
ഞാനങ്ങ് പോവുക. ആദർശേട്ടൻ വരുന്നതിന് മുൻപെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ അവിടെ നിന്ന് ഇറങ്ങുമ്പം, അല്ല അവയും കൂടി ജോലിക്ക് പോയി തുടങ്ങിയതോടെ ചേച്ചിയുടെ ജീവിതം അടിപൊളിയായല്ലേ എന്ന് നയന ചോദിച്ചു. ആ ഇപ്പോൾ രണ്ടാൾക്ക് ശമ്പളം ഉണ്ടല്ലോ, അപ്പം നല്ല പൊസിഷനിലുവാ, അതുകൊണ്ട് ഇനി ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാവത്തില്ല എന്ന് നവ്യ നയനയോട് പറയുന്നു. നയന അന്നേരം ഒന്ന് ചിരിച്ചു. ഈ സമയത്ത് ദാമേട്ടൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നു. അപ്പോഴേക്കും നമ്മുടെ ആദർശ് അങ്ങോട്ടേക്ക് വന്നു. ആദർശ് വന്ന് കയറിയപ്പോഴത്തേക്കും ദാമേട്ടൻ നവ്യ വന്ന കാര്യം പറയുവാണ്. അത് കേട്ടപ്പോൾ ആദർശിനെ പേടി. അവളെന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അറിയത്തില്ല സാറേ, ഞങ്ങൾ പറഞ്ഞതാ മോളെ കാണാൻ പറ്റത്തില്ല എന്ന്, എന്നിട്ടും അകത്ത് പോയി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. പിന്നെ വന്നിട്ട് കുറേ നേരമായി. എലിസബത്ത് അവൾക്ക് ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തായിരുന്നു. നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടില്ലേ അവളും അബിയോ വരികയാണെങ്കിൽ വീട്ടിനകത്ത് പോലും കയറ്റരുതെന്നുള്ള കാര്യം? അവൾക്ക് എങ്ങനെ ഇങ്ങോട്ട് വരാനുള്ള ധൈര്യം കിട്ടിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയത്തില്ല സാറേ. എന്തായാലും ചേച്ചി വന്നത് അനിയത്തിക്ക് സന്തോഷമായെന്നാണ് തോന്നുന്നത്. അവൾ അങ്ങനെ ഒരു മണ്ടിയാണ്, നിങ്ങളും അതുപോലെ ആയാലോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ അവർ രണ്ടുപേരും കൂടെ ഇറങ്ങി വന്നു. ആഹാ ആദർശേട്ടൻ വന്നല്ലോ എന്നും പറഞ്ഞു. നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് ആദർശ് നവ്യയോട് ചോദിച്ചു. അപ്പോഴത്തേക്കും നയന ഇങ്ങനെ വിഷമിച്ച് നവ്യെ നോക്കുവാണ്. എൻ്റെ അനിയത്തിയാണ് നയന, അവൾക്കൊരു തളർച്ച വരുമ്പോൾ വന്ന് കാണുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുമ്പം, ഇവളെന്തെങ്കിലും നിനക്ക് കൊണ്ടുവന്ന് തന്നായിരുന്നോ നയനെ? ചേച്ചി ഫ്രൂട്ട്സൊക്കെ ആയിട്ടാണ് വന്നതെന്ന് പറയുമ്പം, കൊള്ളാം, അവനായിരിക്കും ഫ്രൂട്ട്സുമായിട്ട് ഇവളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചതെന്ന കാര്യം ആദർശ് പറഞ്ഞു. അത് നീ കഴിക്കണ്ട കേട്ടോ എന്ന് ആദർശ് പറഞ്ഞു. അപ്പോൾ നവ്യ ഇങ്ങനെ നോക്കുവാണ്. കഴിച്ചാലേ നിനക്കും നമ്മുടെ കുഞ്ഞിനും അതുകൊണ്ട് ദോഷമേ വരത്തുള്ളൂ എന്നും പറഞ്ഞു. അങ്ങനെ വിഷം കലർത്തിയ ഫ്രൂട്ട്സ് ഒന്നും ആയിട്ടല്ല ഞാൻ വന്നത് ആദർശേട്ടാ, എൻ്റെ ഉള്ളിൽ വിഷം ഇല്ല എന്ന് പറയുമ്പം ഞങ്ങളുടെയൊക്കെ ഉള്ളിലാണല്ലോ വിഷം ഉള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത്. അങ്ങനെയുള്ള വീട്ടിലേക്ക് നീ വരണ്ടാന്ന്. എനിക്ക് എൻ്റെ അനിയത്തിയെ കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ വരും. അതിൻ്റെ പേരിൽ നിങ്ങൾ എന്നെ തല്ലിയാലും ഞാൻ വരുമെന്ന് നവ്യ പറയുമ്പം, നിനക്ക് ഇവളെ നന്ദോനെ ഒന്ന് കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നല്ലോ? സ്വന്തം അച്ഛനെയും അമ്മയും പോലും ഇഷ്ടമല്ലായിരുന്നല്ലോ, പിന്നെന്താ നിനക്ക് പുതിയൊരു സ്നേഹം പെട്ടെന്ന്? എന്തായാലും എൻ്റെ കൂടപ്പിറപ്പുകൾ തമ്മിലുള്ള മത്സരവും മടമലിയൊക്കെ ഓരോ ദിവസം കഴിയും തോറും കുറഞ്ഞു വരുമെന്ന് പറഞ്ഞപ്പം, അതങ്ങനെ കുറഞ്ഞു വരുന്നുണ്ടെങ്കിലേ അതിൻ്റെ പിന്നിലൊരു അപകടവും ഉണ്ടാകുമെന്ന് ആദർശ് പറഞ്ഞു. നീ അനന്തപുരിയിലെ മരുമകൾ മാത്രമല്ല, ഞങ്ങളുടെ ശത്രുക്കളുടെ സ്ഥാപനത്തിലെ ഒരു സ്റ്റാഫ് കൂടിയാണ്. AN ജ്വല്ലറിക്ക് വേണ്ടി എന്തും ചെയ്യാൻ നടക്കുന്ന ആൾക്കാരാ നീയും അഭിയും ഒക്കെ. അങ്ങനെയുള്ളവർ ഈ വീട്ടിലേക്ക് വരണ്ടെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം നിങ്ങളെ കാണാനല്ലല്ലോ ആദർശേട്ടാ ഞാൻ വന്നത്, അമ്മയാകാൻ പോകുന്ന എൻ്റെ അനിയത്തിയെ കാണാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിലൊരു തെറ്റും ഞാൻ കാണുന്നില്ല എന്നും പറഞ്ഞു. കേട്ടപ്പോൾ ആദർശിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. നവ്യ അങ്ങ് പോയി കഴിഞ്ഞപ്പം, നീയാ ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത്, വന്നപ്പോഴേ ഇറങ്ങി പോകാൻ പറയണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് സ്നേഹത്തിൽ സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ, സ്നേഹം വിഷം പുരട്ടിയ സ്നേഹം അത് എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ നയനയോട് പറയും. അത് നവ്യ പുറത്തിറങ്ങി നിന്ന് കേൾക്കുവാണ്. അപ്പം ചെയ്തു കൂട്ടിയതിനൊക്കെ ഉള്ളതാണല്ലോ, തിരിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ നവ്യ വണ്ടിയിൽ കയറിപ്പോയി. അപ്പോഴത്തേക്ക് എലിസബത്ത് ചേച്ചി അങ്ങോട്ടേക്ക് വന്നു. ഒരു കാര്യം പറഞ്ഞ് അനുസരിക്കരുത് കേട്ടോ എന്നും പറഞ്ഞ് ആദർശ് ദേഷ്യപ്പെടുക. അപ്പോൾ മോളുടെ ചേച്ചിയോട് ദേഷ്യമൊന്നുമില്ല, പിന്നെ ഞങ്ങൾ എങ്ങനെയാണ് സാറേ വരണ്ട എന്നൊക്കെ പറയുന്നത്? ആ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിരിക്കുക, എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആൾക്കാരാ ആ അഭിയും ഇപ്പോൾ പോയാ അവളൊക്കെ. അതെ, ഇവൾക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല, സ്വന്തം ചേച്ചിയല്ലേ, പക്ഷെ നിങ്ങളത് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നിങ്ങൾ നിൽക്കണം. ആ ഫ്രൂട്ട്സൊക്കെ ഇപ്പം തന്നെ വേസ്റ്റ് കൊണ്ട് കളയാനായിട്ട് പറയുവാണ് ആദർശ്. അപ്പം ആദർശേട്ടാ ഞാനൊരു ആപ്പിൾ കഴിച്ചായിരുന്നു എന്ന് നയന പറഞ്ഞപ്പം, കൊള്ളാം, അതിനിടയ്ക്ക് കഴിച്ചും കഴിഞ്ഞു, അപ്പം എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ആദർശേട്ടാ എന്ന് നയന. ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്തെ നീ ഭയങ്കര ബോൾഡായിരുന്നു, ഇപ്പം നിൻ്റെ ആ സ്വഭാവം നീ തന്നെ മറന്നുപോയി എന്ന് ആദർശ് നയനയോട് പറഞ്ഞു. തുടക്കത്തിൽ എന്നോട് വഴക്കിടാനൊക്കെ എന്ത് ഇഷ്ടമായിരുന്നു, ആ നയനയുടെ നിഴൽ മാത്രമാണ് ഇപ്പം നീ എന്നൊക്കെ പറഞ്ഞ ആദർശ്. അപ്പോൾ അതൊക്കെ കേട്ട് ഈ ചേച്ചിയും ചേട്ടനും കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആദർശ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിപ്പോയി. അപ്പം ഞങ്ങളെ എന്തിനാ മോളെ ഇങ്ങനെ വഴക്ക് കേൾപ്പിക്കുന്നു ചോദിച്ചപ്പം, കുഴപ്പമൊന്നുമില്ലെന്നേ, ചേച്ചിയുടെ മനസ്സ് ചിലപ്പോൾ മാറി കാണും, അത് നമ്മൾ കാണാതെ പോകരുതെന്നും പറഞ്ഞ് നയനെ അകത്തേക്ക് കയറി പോവുക. നയനെ അകത്തേക്ക് പോയപ്പോൾ എന്തുവാണോ എന്തോന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അവിടെ ദാമുവേട്ടൻ. ആ സമയത്ത് വണ്ടിയിലിരുന്ന് ഭയങ്കര കരച്ചിലാണ് നവ്യ. ഇവർ പറഞ്ഞ ഓരോ കാര്യങ്ങളും ആലോചിച്ച് ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ അതുപോലൊക്കെ ആണല്ലോ. അത് കഴിഞ്ഞ് പിന്നെ നവ്യ വീട്ടിലേക്ക് വരുമ്പോൾ ചന്തുമോളും അതുപോലെ കുഞ്ഞും കൂടെ അവിടെ ഇരുന്ന് കളിക്കുക കേട്ടോ. അപ്പോൾ ചന്തുമോളും നവ്യയെ കണ്ടപ്പോഴത്തേന് ഓടി എഴുന്നേറ്റ് പോകാൻ നോക്കുക. അപ്പോഴേക്കും നവ്യ കൊച്ചിനെ പിടിച്ചു. മോളെ ഇപ്പോഴും എന്നോടുള്ള പേടി മാറിയില്ലേ എന്ന് ചോദിക്കുവാണ്. എന്നിട്ട് ചോക്ലേറ്റ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്ന് ചന്തുമോൾക്ക് കൊടുക്കുന്നു. അതിങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കുക. വാങ്ങിച്ചോളാൻ പറഞ്ഞു. നവ്യ കൊച്ചിനോട് പേടിച്ച് അത് വാങ്ങിച്ചു. ഒരു കാര്യം ഇവിടെ ഉള്ള ഒരാളോട് പോലും പറയരുത്, ഞാനാണ് ഈ ചോക്ലേറ്റ് തന്നതെന്ന് കേട്ടോ. അപ്പം എന്നും പറഞ്ഞ് തലയാട്ടി. ഞാൻ മോളോട് സ്നേഹത്തിൽ സംസാരിച്ചെന്ന് ആരോടും പറയരുത് കേട്ടോ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ വല്യമ്മ പഴയ വല്യമ്മയാവും കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. മോളെ വഴക്കും പറയും.
ചിലപ്പോൾ തല്ലിയെന്നും വരും. മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുമ്പം എന്ന് പറഞ്ഞു കൊച്ച്. ദേവയാനി മുത്തശ്ശിയോടും നയനാമ്മയോടും ഞാദർശച്ചനോടും ഒന്നും പറയരുത് കേട്ടോ. അപ്പം എന്നും പറഞ്ഞ് തലയാട്ടുക. അപ്പോഴത്തേക്കും കുഞ്ഞ് അവിടെ ഇരുന്ന്, അതായത് നബിയുടെ കുഞ്ഞ് അവിടെ ഇരുന്ന് കരച്ചിൽ തുടങ്ങി. ചേച്ചിയെ കൂട്ടിന് കിട്ടിയപ്പോൾ മോന് സന്തോഷമായോ? ഇന്ന് ഒരുപാട് കളിച്ചോ രണ്ടാളും കൂടി എന്ന് ചോദിച്ചപ്പോൾ കളിച്ചെന്ന് പറഞ്ഞു. എന്നതിന് മോള് പൊയ്ക്കോട്ടോ എന്ന് പറഞ്ഞു. അതെ ദേ പറഞ്ഞത് മറന്നു പോകരുത് കേട്ടോ എന്ന് പറഞ്ഞ കുഞ്ഞ് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. നവ്യാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിഷമിച്ച് അവിടെ നിൽക്കുക. അപ്പോൾ ഒരു ചോക്ലേറ്റ് കുഞ്ഞുവാവയ്ക്കും കൊടുത്തിട്ടാണ് ചന്തമോൾ ഇങ്ങനെ പോരുന്നത്. എന്നിട്ട് ഈ ചോക്ലേറ്റും പിടിച്ച് ചന്തമോൾ ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ദേവയാനി വന്നു. നല്ല ചോക്ലേറ്റ് ആണല്ലോ, എവിടുന്നാ ഇതെന്ന് ചോദിക്കുമ്പം ചന്തമോൾ ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നോക്കിയിരിക്കാം. സ്കൂളിൽ വന്ന് നയനാമ്മ തന്നതാണോ എന്ന് ചോദിച്ചപ്പം അല്ല എന്ന് പറഞ്ഞു. പിന്നെ ഇതാര് തന്നതാ? അത് എൻ്റെ കയ്യിലുണ്ടായിരുന്നുവെന്ന് കുഞ്ഞ് പറയുക ദേവയാനിയോട്. ഉണ്ടായിരുന്നോ? അപ്പോൾ അല്ല മോൾക്ക് ഇതുപോലുള്ള ചോക്ലേറ്റ് ഞാൻ വാങ്ങിച്ച് തന്നിട്ടില്ലല്ലോ, അപ്പോൾ പിന്നെ ചെറിയച്ച് വാങ്ങിച്ചു തന്നാണെന്ന് ചോദിക്കുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുഞ്ഞ് തലയാട്ടി. അപ്പോഴത്തേക്കും ചന്തമോളെ പിടിച്ച് മടിയിലിരുത്തി ഈ ചോക്ലേറ്റ് എനിക്കും കൂടെ തരുമോ എന്നൊക്കെ ദേവയാനി ചോദിക്കാം. അന്നേരത്തേക്കും മുത്തശ്ശിക്ക് വേണ്ട കേട്ടോ, എൻ്റെ മോള് മൊത്തം കഴിച്ചോളാൻ പറഞ്ഞൊരു ഉമ്മയൊക്കെ കൊടുത്തു. എന്ന് വെച്ചേ ഒരുപാട് കഴിക്കരുത്, പല്ല് കേടായി പോകും കേട്ടോ എന്ന് പറഞ്ഞും കൊടുത്തു. അച്ഛനും അമ്മയും പോയതിന് ശേഷം ഒരു രസവും ഇല്ലല്ലേ. അപ്പം അത് സാരമില്ല കേട്ടോ, എത്രയും പെട്ടെന്ന് അവർ തിരിച്ചു വരും. പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അവിടെയൊക്കെ പോയി നിൽക്കാമല്ലോ എന്ന് പറഞ്ഞു. എന്നും പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞു ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വേണുവും മകളും കൂടി അനന്തപുരി തറവാട്ടിലേക്ക് കയറി വരിക. അങ്ങനെ അനന്തപുരിയുടെ മുറ്റത്തേക്ക് വന്നു കഴിഞ്ഞപ്പം അതേ കാർ അകത്തോട്ട് കൊണ്ടുപോകണ്ട, ഇവിടെ ഇടാം, ചിലപ്പോൾ തിരിഞ്ഞു നോക്കാതെ ഓടേണ്ടി വരും, അങ്ങനെയെങ്കിലേ വന്ന് ഇവിടെ നിന്ന് കയറി പോകാമല്ലോ എന്ന് അച്ഛൻ മോളോട് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞു. അങ്ങനെ അവർ ചെല്ലുക. അപ്പോഴേക്കും അവന്തിക ഇവരെ രണ്ടുപേരും വരുന്നത് കണ്ടു. അബിയേട്ടാ ഒന്നേ എന്ന് പറഞ്ഞ് വിളിച്ച് കാണിച്ചു കൊടുക്കുക. അവർ വന്ന അബിയേട്ടാ, നമുക്കേ അങ്ങോട്ട് പോകണ്ട, പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വേണും മോളും എൻ്റെ പേര് പറഞ്ഞെന്ന് വരുമെന്ന് അബി പറയുക. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നു. അപ്പോൾ ബെല്ലടിക്കാൻ അച്ഛൻ മോളോട് പറയുന്നു. ഞാൻ അടിക്കല്ല, അച്ഛൻ അടിക്കാൻ മോൾ അച്ഛനോട് പറയുന്നു. അതെന്താടി, ആണുങ്ങൾ അടിച്ചാലേ ഒച്ച കേൾക്കത്തുള്ളൂ. ഇനി പോയി ബെല്ലടിക്കടി. അപ്പോൾ ഇങ്ങനെ ഒരാളെ കൊണ്ടാണല്ലോ ഞാൻ വന്നത്. ഇനി ഇവിടെ ഉള്ളവർ പുറത്തോട്ട് വരുമ്പോൾ പറയാനുള്ളതൊക്കെ പറയുമോ, അത് വിഴുങ്ങി വിടുമോ എന്ന് ചോദിക്കുക അനാമിക. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. അതും പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നു. അച്ഛൻ ചെന്ന് കോളിംഗ് ബെല്ല് അടിച്ചു. ദേവയാനി വന്ന് ഡോറ് തുറന്നു. ഇവരെ രണ്ടുപേരെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനിക്ക് കരി കയറി. നമസ്കാരം ഉണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് വേണു. താനെന്തിനാണോ ഇവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്? ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ചു. എടോ, കഴിഞ്ഞ തവണ വന്ന പടിയും തന്നാലെടോ തന്നെ പറഞ്ഞു വിട്ടത്. മൂർത്തി സാറിൻ്റെ കയ്യിൽ നിന്ന് തല്ലുകൊണ്ടാ രക്ഷപ്പെടുമെന്നാണ് നാട്ടുകാർ മൊത്തം പറയുന്നത്. അങ്ങനെ അച്ഛൻ ആരെയും കൈ ഉയർത്തി തല്ലാറില്ല, അങ്ങനെ പറയാറായിട്ടെന്ന് ദേവയാനി അന്നേരം പറഞ്ഞു. അനാമികയാണ് ഇങ്ങനെ നിൽക്കുക. തന്നെ പോലെയുള്ള പഴുതാരകൾ മാത്രമേ അച്ഛൻ തല്ലിയിട്ടുള്ളൂ എന്നും പറഞ്ഞു. ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ചൂളി നിൽക്കുക. ഞങ്ങൾ കോടതി പോകുമ്പോഴേ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ദേവയാനി. കോടതിയിൽ അനിയും മോളും ഒന്നിച്ച് ചെല്ലണമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പം അതിനെ ക്ഷണിക്കാൻ വന്നതാണോ എന്ന് ദേവയാനി ചോദിച്ചു. രണ്ടെണ്ണം വിളറി വെളുത്ത് നിൽക്കുക. കോടതിയിൽ അനി കൃത്യമായിട്ട് എത്തിക്കോളും. ആ സമയത്ത് ഇവൾ അവിടെ ചെന്ന് അവനെ ഇവരുടെ പിടിയിൽ നിന്ന് പൂർണ്ണമായി ഒന്ന് രക്ഷിച്ചെടുത്താൽ മതിയെന്ന് പറഞ്ഞു. അപ്പോഴും അച്ഛനും മോളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അല്ല, നീ എന്തിനാടി താലി കഴുത്തിലിട്ടുകൊണ്ട് നടക്കുന്നേ? അതിൻ്റെ ആവശ്യം എന്താടി? ഈ താലിയെ മോൾ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഇവർ പറയുന്നതും കേട്ടുകൊണ്ട് മുത്തശ്ശൻ അങ്ങോട്ടൊക്കെ ഇറങ്ങി വന്നു. അതും ജുബയുടെ കൈയൊക്കെ അങ്ങ് മടക്കി വെച്ച്. കണ്ടാച്ചാ വീണ്ടും വന്നിരിക്കുക രണ്ടും എന്ന് പറഞ്ഞു ദേവയാനി. എന്താ നിനക്ക് വേണ്ടത് എന്ന് മുത്തശ്ശൻ ചോദിച്ചു. അപ്പോൾ കോടതിക്കാരും പറഞ്ഞ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ വന്നതുപോലെ ഇനി എന്തെങ്കിലും നഷ്ടപരിഹാരം ചോദിക്കാനായിരിക്കും അല്ലേ എന്ന് ചോദിച്ചു. അപ്പം ജീവിക്കാൻ ഒരു മാർഗ്ഗവും ഇല്ല എൻ്റെ സാറേ. ജീവിക്കാനൊരു മാർഗ്ഗം ഇല്ലെങ്കിലേ നീ നിൻ്റെ ഭാര്യയും കൂടി എന്തെങ്കിലും പണിക്ക് പോടോ എന്ന് മുത്തശ്ശൻ പറയുക. മൂന്നാളും പുറത്തു പോയി പണിയെടുത്താൽ തന്നെ ഒരു കുടുംബം പുലർത്താനൊക്കെ പറ്റുമെന്നും മുത്തശ്ശൻ പറയണം. അത്യാവശ്യം പൈസയും സേവ് ചെയ്യാം, അല്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ വന്ന് കൈ നീട്ടുകയല്ല വേണ്ടത്. എന്തെങ്കിലും തന്നെ സഹായിക്കുവാണെങ്കിൽ കോടതിയിൽ പറയാം ബന്ധം പിരിയാൻ താല്പര്യമാണെന്ന്. അല്ലെങ്കിലും കോടതിക്ക് മനസ്സിലാകും നിനക്കൊരു കുടുംബജീവിതം നയിക്കാനുള്ള യോഗ്യത ഇല്ല എന്ന്. ഇത് കേട്ടപ്പോഴത്തേക്ക് അനാമിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. അത് മനസ്സിലാക്കുന്ന കോടതി രണ്ടാളെയും രണ്ടു വഴിക്ക് ആക്കുകയും ചെയ്യുമെന്ന് മുത്തശ്ശൻ പറയുക. അപ്പം കേട്ടല്ലോ പറഞ്ഞത്, ഇനി നിങ്ങൾക്ക് പോയിക്കൂടെ എന്ന് ചോദിച്ചു മുത്തശ്ശി. സാറേ, ഞാൻ സാറിൻ്റെ കാല് പിടിക്കാം സാറേ, ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞ് തീർന്നില്ല, ഒരൊറ്റ ചവിട്ടായിരുന്നു. വേണുവിനിട്ട് മലർന്നടിച്ച് പോയി കിടക്കുന്നു. ഇത് കണ്ടുകൊണ്ട് അബിയും അവന്തികയും കൊള്ളാം
കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക. അപ്പത്തേന് മോൾ ഓടിച്ചെന്ന് അച്ഛനെ പിടിച്ചേൽപ്പിച്ചു. ഓ അച്ഛാ, വെറുതെ അടിക്കുകയും തൊഴിക്കുകയൊന്നും വേണ്ട. ചിലപ്പോഴേ രഹസ്യ ക്യാമറ ആയിരിക്കും ഇവർ വന്നേക്കുന്നത്. എന്നിട്ട് ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുമെന്നും ദേവയാനി പറഞ്ഞു. അപ്പം പ്രദർശിപ്പിക്കട്ടെ. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ പേടിച്ചു കഴിഞ്ഞാലേ ഇക്കാലത്ത് നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല എന്ന് മുത്തശ്ശൻ അവിടെ നിന്ന് പറയുക. ഭയങ്കര ദേഷ്യം വരുന്നു അനാമികയ്ക്ക്. ഇവൻ ഇവളെയും കൊണ്ട് നമ്മുടെ വീട്ടിലോട്ടാണ് വന്നത്, അല്ലാതെ ഇവൻ്റെ വീട്ടിലോട്ട് പോയി ഞാൻ തൊഴിച്ചതല്ല എന്ന് മുത്തശ്ശൻ പറഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ ക്യാമറയൊന്നും ഇല്ല എന്ന് അനാമിക. അപ്പോൾ അതെ സാറേ, അതെ, ഇനിയും വേണമെങ്കിൽ സാറ് തൊഴിച്ചോ, എന്നാലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. അതെ, കോടികളുടെ കടമുണ്ട് എൻ്റെ സാറേ. ഒരു കിടപ്പാടം സ്വന്തമായിട്ടില്ല, വാടക കൊടുക്കാൻ പോലും കയ്യിൽ പൈസയും ഇല്ല. പിന്നെ എന്തെങ്കിലും ജീവിക്കാനുള്ളത് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് വലിയൊരു സഹായമായിരിക്കും എന്ന് പറയുമ്പോഴേക്കും പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് നീട്ടി, ദാ വീട്ടിൽ വരുന്ന ഭിക്ഷക്കാർക്കൊക്കെ ഇത് കൊടുക്കാറുണ്ട്, വെച്ചോ എന്നും പറഞ്ഞു. അപ്പം ഞങ്ങൾ അങ്ങനെ കൊച്ചാക്കല്ലേ സാറേ എന്ന് പറയുമ്പോൾ, എടാ ഇവിടെ വന്ന് കൈ നീട്ടുന്ന യാചകരുടെ വില പോലും നിനക്കോ ഇവൾക്കോ ഇല്ല എന്ന് മുത്തശ്ശൻ പറഞ്ഞു. എന്നിട്ടും ഇവൾ കെട്ടുതാലി അഴിച്ചു മാറ്റാത്തത് കണ്ടോ അമ്മേ? ഞാനിത് അഴിച്ചു മാറ്റില്ല എന്ന് ഈ അനാമിക. അനിയായിട്ട് ഉള്ള ബന്ധം പിരിയുന്നത് വരെ ഇതെൻ്റെ കഴുത്തിലുണ്ടാകുമെന്നും അനാമിക ഇവരെ വെല്ലുവിളിക്കുക. എനിക്കൊരു ഭർത്താവ് ഉണ്ടെന്ന് മറ്റുള്ളവരെ അറിയിക്കാനുള്ള ഒരു അടയാളമാണിതെന്നും അനാമിക പറയണു. അത് കേട്ടപ്പോൾ മുത്തശ്ശി അങ്ങ് വന്നില്ലേ. മുത്തശ്ശി അനാമികയുടെ നേരെ അങ്ങ് വന്നിട്ട് കൊടുത്തു ചെവിക്കല്ല് തീർത്ത ഒരൊറ്റ ഒരെണ്ണം. മുത്തശ്ശിയും കൊടുക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് അബിയും അവന്തികയും കൂടി ഇങ്ങനെ നിൽക്കുക. മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് തല്ലും മേടിച്ചു ഉണ്ടക്കണ്ണും മേടിച്ച് പിടിച്ച് ഇങ്ങനെ നിൽക്കുക അനാമിക. അപ്പം എല്ലാവരും ഇങ്ങനെ മാറി മാറി നോക്കുക, വേണുവിനെയും നോക്കുക. വേണുവാണെങ്കിൽ അയ്യോ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു. ഇതുവരെ ഞാൻ നിന്നെ തല്ലിയിട്ടില്ല, അവൾക്കൊരു ഭർത്താവുണ്ടെന്ന് അറിയിക്കാൻ കഴുത്തിൽ അടയാളം ഇട്ടുണ്ടവൾ നടക്കുന്നു. അയ്യോ മുത്തശ്ശിയോ എന്നോർത്ത് ഇവരിങ്ങനെ നിൽക്കുക. അതിന് ഈ താലിയുടെ ആവശ്യമൊന്നും ഇല്ലടി. ഒരത്യാവശ്യം വരുമ്പോൾ മറ്റു മാർഗമൊന്നും ഇല്ലാതെ കെട്ടുതാലി വരെ വിൽക്കുന്ന പെണ്ണുങ്ങളുണ്ടടി എന്ന് മുത്തശ്ശി അനാമികയോട് പറയുക. എങ്കിലും അവരുടെ ഉള്ളു ശുദ്ധമായിരിക്കുമടി. അങ്ങനെയുള്ളവരെ താലി പ്രദർശിപ്പിക്കേണ്ട കാര്യവും ഇല്ല എന്നും പറഞ്ഞു. അപ്പം ഇതൊക്കെ കേട്ടപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് വേണു ഇങ്ങനെ നിൽക്കുക. നെറ്റിയിൽ സിന്ദൂരവും കഴുത്തിൽ താലിയും ഇല്ലാത്തതിൻ്റെ പേരിലേ ദൈവം ഒരു ഭാര്യമാരെയും ശിക്ഷിക്കാനും പോണില്ല എന്ന് മുത്തശ്ശി അങ്ങ് പറഞ്ഞു. എന്നാലേ ഇതൊക്കെ ഇട്ടുകൊണ്ട് തെറ്റ് ചെയ്യുമ്പോഴാണ് ശിക്ഷയുടെ അളവേ കൂടുന്നത്. അപ്പോഴത്തേക്ക് അനി വന്നു. അല്ല, ആരൊക്കെ വന്നിരിക്കുന്നേ? അപ്പോൾ കോടതി കൂടുമല്ലേ, നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് തിരിച്ചു വന്നിരിക്കുന്നതാണെന്ന് പറഞ്ഞു ദേവയാനി. അല്ല, കഴിഞ്ഞ തവണ വന്നപ്പോൾ മുത്തശ്ശൻ മുതലും പലിശ അടക്കം ഇയാളുടെ കവിളത്ത് കൊടുത്താണല്ലോ നഷ്ടപരിഹാരം, അത് തികഞ്ഞില്ലായിരുന്നോ എന്ന് അനി വേണുവിനോട് ചോദിച്ചു. പൊല്ലൊടിച്ച് പിടിച്ച് നിൽക്കുക ഇവര്. ഇന്ന് ഞാൻ ഇവരുടെ കരണത്തെ ഒന്ന് കൊടുത്തിട്ടുണ്ടെന്ന് മുത്തശ്ശി പറയുന്നു. അതിൻ്റെ ബാക്കി മേലിൽ ഇവനെയും വിളിച്ചുകൊണ്ട് ഈ പടി കടന്ന് വന്നേക്കരുതെന്നും മുത്തശ്ശി പറയുവാണ്. എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. അന്നേരം വേണു, എടാ നാണമില്ലേടോ തനിക്ക്? സ്വന്തം കടം തീർക്കാൻ വേണ്ടിയിട്ട് മകളെ ഇതുപോലെ കാശുള്ള വീട്ടിലേക്ക് കെട്ടിച്ചയക്കുന്ന തന്നെ പോലെയുള്ള കുറേ അച്ഛന്മാരുണ്ട്. ആണിൻ്റെ വില കളയാൻ വേണ്ടി ജനിച്ച കുറേ ജന്മങ്ങളെന്നൊക്കെ പറഞ്ഞ് അനീവന്മാരെ പരിഹസിക്കുന്നു. ഇവൻ പറഞ്ഞതൊക്കെ ഞാൻ പറയണമെന്ന് കരുതിയ വാക്കുകളാണ്. ഓരോ ദിവസം പോലും അനിയും ഇവളും ഭാര്യ ഭർത്തൃ ബന്ധം നയിച്ചിട്ടില്ലെന്ന് ഇവർക്ക് രണ്ടുപേർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഇവൻ പറഞ്ഞതുപോലെ അനന്തപുര തറവാട്ടിലെ സമ്പത്ത് തന്നെയായിരുന്നു നിന്റെയും ഇവളുടെയും മനസ്സിൽ. അപ്പോഴേക്കും നീ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. കോടതി നഷ്ടപരിഹാരം കൊടുക്കാൻ പറഞ്ഞാൽ ഒരിക്കലും കോടതിയെ ഞങ്ങൾ ചോദ്യം ചെയ്യില്ല, അത് കൊടുത്തിരിക്കും എന്ന് മുത്തശ്ശൻ പറയുകയും ചെയ്തു. അല്ലാതെ ഇവിടെ വന്ന് കൈനീട്ടിയാലും കാലു പിടിച്ചാലും തല്ലല്ലാതെ അതിനപ്പുറം മറ്റൊന്നും പ്രതീക്ഷിക്കണ്ട എന്നും മുത്തശ്ശൻ ഇവരോട് പറയുന്നു. അപ്പോൾ മുത്തശ്ശ വിളിക്കരുത്, നീ എന്നെ അങ്ങനെ ഇറങ്ങടി, എടാ ഇവളെ വിളിച്ചുകൊണ്ട് പോടാ, പോവാനാ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുത്തശ്ശൻ പറയുമ്പോൾ ഇറങ്ങിപ്പോടിയെന്ന് പറഞ്ഞ് മുത്തശ്ശി പിടിച്ചൊരു ഒറ്റ തള്ളായിരുന്നു. അന്നേരം സാറേ, അത്ര പെട്ടെന്ന് എൻ്റെ മോളെ ഇവൻ്റെ ജീവിതത്തിൽ നിന്ന് പറിച്ചറിയാനൊന്നും കഴിയത്തില്ല സാറേ, അത് സാറിൻ്റെ മനസ്സിൽ വെച്ചോളാൻ വേണു. അന്നേരം ആയിക്കോട്ടെ, ഇവൾ ഒഴിയുമ്പം ഒഴിഞ്ഞാൽ മതി, അതിനുവേണ്ടി ഞങ്ങൾ കാലണ കളയുമെന്ന് നീ കരുതണ്ട, പോയിക്കോ ഇവിടെ നിന്നും മുത്തശ്ശൻ. അപ്പോൾ ആ മോളെ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ മോളെയും താങ്ങി പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോണു. രണ്ടുപേരും കൂടെ ഇറങ്ങിപ്പോകുന്നത് അബിയും അവന്തികയും നോക്കിക്കൊണ്ടിരിക്കാം. നല്ല തല്ല് വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത് എന്ന് അബി അവന്തികയോട് പറയുന്നു. ഈ സമയത്ത് കേസിനെ പറ്റി നവീൻ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. ഡിവോഴ്സ് വേണ്ടത് ഇപ്പോൾ എനിക്കാണല്ലോ മുത്തശ്ശ, അവൾ വേണ്ടാന്ന് പറഞ്ഞ് കടുംപിടുത്തം പിടിച്ചാൽ കേസ് നീണ്ടു പോകും, തീർപ്പാകില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തീർപ്പാകുമ്പോൾ തീർപ്പാവട്ടെ, അതിനുവേണ്ടി ഒരു വീട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറാകണ്ട എന്ന് മുത്തശ്ശൻ അനിയോട് പറയണം. രണ്ടെണ്ണം പുറത്തിറങ്ങി
കവിളം തിരുമ്മി തോളും തിരുമ്മി വണ്ടിയിലിരിക്കാം. ഇനി എന്ത് ചെയ്യും അച്ഛാ എന്ന് അനാമിക ചോദിച്ചു. ഒരു കാരണവശാലും ബന്ധം ഒഴിയരുത്. അവസാനം സഖി കെട്ട് അവർ കോംപ്രമൈസ് ചെയ്യട്ടെ എന്ന് വേണു. മോൾക്ക് മാത്രമല്ലല്ലോ അവനും വേണ്ടേ ഒരു ജീവിതം. അവന് വേറെ കെട്ടണമെങ്കിൽ ബന്ധം ഒഴിയണ്ടേ എന്ന് വേണു ചോദിക്കുക. എന്നാലും ആ കിളവിക്ക് 10-70 വയസ്സ് കാണത്തില്ലേ അച്ഛാ? എന്തൊരു ശക്തിയാണ് ഇപ്പോഴും അവരുടെ കൈക്ക്. പൊന്നോ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ വർത്തമാനവും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്ന സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ പാർട്ട് 1 ഇന്നിങ്ങനെ ആയിട്ട് അവസാനിച്ചത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും ടാറ്റാ.